അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ചിന്താബന്ധുരമായ ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. കേവലം ഇതൊരു സാമൂഹിക വിഷയം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയ സംസ്കാരത്തിൻ്റെ, ഒരു വലിയ ജീവിത ശൈലിയുടെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ് മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം ഒരു ജില്ല എന്നതിലുപരി വലിയ ഒരു മതേതര സംസ്കാരത്തിൻ്റെ വളരെ വലിയ മഹാത്മ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളും പോലെ തന്നെ മലപ്പുറത്തിനും അതിൻ്റേതായ സാംസ്കാരികമായ വ്യത്യസ്തതയും വൈവിധ്യവും സൗന്ദര്യവുമുണ്ട്. ആ സൗന്ദര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഒരു സമൂഹത്തിൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണ് നമ്മൾ ആ സൗന്ദര്യം തിരിച്ചറിയേണ്ടത്. മലപ്പുറത്ത് എന്തൊക്കെയുണ്ട് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. മലപ്പുറത്ത് എന്തൊക്കെ ഉണ്ടായി എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് മലപ്പുറം ഇങ്ങനെ ആയിത്തീർന്നു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. മലപ്പുറം എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നും ആളുകൾ ചോദിക്കാറുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. മലപ്പുറം എല്ലാ അർത്ഥത്തിലും ഒരു മതേതരമായ ഇടമാണ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലപ്പുറത്താണ്, തിരൂരിലാണ്. തിരൂരിൽ നിന്ന് നമ്മൾ പച്ചാട്രിയിലേക്ക്, ആ കടൽ തീരത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് തുഞ്ചൻ പറമ്പ് കാണാം. തുഞ്ചൻ പറമ്പ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കേവലമായ ഒരു പറമ്പല്ല. അവിടെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷ ജീവിപ്പിച്ചത്, തത്തമ്മയെ കൊണ്ട് ശാരീരം പാടിച്ചത്. വളരെ വിപുലമായ ഒരു ഭാഷയുടെ സംസ്കാരത്തിൻ്റെ ഉറവിടം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ചരിത്രവും തുഞ്ചൻ പറമ്പുമാണ്. മലയാളത്തിൻ്റെ പ്രശസ്തരായ എഴുത്തുകാർ MT, വള്ളത്തോൾ ഒക്കെ മലപ്പുറത്തിൻ്റെ സന്തതികളാണ്. മലപ്പുറത്തിൻ്റെ മാറിലൂടെ ഒഴുകുന്ന നിളാനദി, ഭാരതപ്പുഴ, അതിൻ്റെ തീരത്താണ് ഈ കവികളൊക്കെ താമസിച്ചത്. പൊന്നാനി മലപ്പുറത്തിൻ്റെ ഒരു മതേതര മണ്ണാണ്. വിദേശ ശക്തികൾ തീരപ്രദേശങ്ങളിലേക്കാണ് നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായി കടന്നു വന്നത്. അവർ പൊന്നാനിയിൽ വന്നിട്ടുണ്ട്, അവർ തലശ്ശേരിയിൽ വന്നിട്ടുണ്ട്, അവർ കോഴിക്കോട് വന്നിട്ടുണ്ട്, അവർ മാഹിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന വിദേശത്തിൻ്റെ ഒരു സംസ്കാരത്തെ മലപ്പുറം സ്വീകരിച്ചു. മലപ്പുറം അവർക്ക് എല്ലാ ഇടങ്ങളും ഒരുക്കി കൊടുത്തു. എന്നാൽ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി രചിക്കപ്പെട്ട ഒരു ചരിത്ര പുസ്തകം, കേരളത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട കേരളത്തെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകം, അത് ഇംഗ്ലീഷിലല്ല, അത് മലയാളത്തിലുമല്ല, അത് അറബിയിലാണ്. അത് എഴുതിയത് പൊന്നാനിയിൽ ജീവിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരു വലിയ അത്ഭുതമാണിത്. അറബി ഭാഷയിൽ മലയാള മണ്ണിൻ്റെ ആദ്യത്തെ ചരിത്ര പുസ്തകം എഴുതപ്പെടുന്നു എന്നത് അത്ഭുതകരമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. മലപ്പുറത്ത് ധാരാളം ക്ഷേത്രങ്ങൾ, ധാരാളം പള്ളികൾ, ധാരാളം അമ്പലങ്ങൾ ഒക്കെയുണ്ട്. ഓരോ കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ദേവാലയങ്ങൾ കാണാൻ പറ്റും. ദേവാലയങ്ങൾക്കൊരു സൗന്ദര്യമുണ്ട്. ദേവാലയങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളാണ്. മനുഷ്യൻ്റെ ഒരു ബാലൻസ്, ഒരു ഇമോഷണൽ ബാലൻസാണ് ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് ധാരാളം മലപ്പുറത്തുണ്ട്. ആഘോഷങ്ങളുണ്ട്, സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്, ഭാഷയിൽ അനവധിയായ വൈവിധ്യങ്ങളുണ്ട്. മലപ്പുറം ആളുകളെ സ്വീകരിച്ച് ആനയിച്ച് അവരെ മലപ്പുറത്തുകാരാക്കും. അതാണ് മലപ്പുറത്തിൻ്റെ വലിയൊരു പ്രത്യേകത. മലപ്പുറത്ത് താമസിക്കാൻ വന്ന ഒരാൾക്ക് നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല അയൽപ്പക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. അവരുമായിട്ടുള്ള ഒരു സാമീപ്യം, ഒരു സമ്പർക്കം, അതിന് നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം, അത് മലപ്പുറത്തുകാർ
ധാരാളമായിട്ട് തൻ്റെ അയൽപ്പക്കത്തോട് നിർവഹിക്കും. അതുകൊണ്ട് അന്യനാട്ടിൽ നിന്ന് വന്നവർക്ക് പോലും മലപ്പുറം വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എത്രയധികം ഭക്ഷണമാണ്, വിവിധങ്ങളായ രുചികളാണ്, ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ പോരാട്ടങ്ങൾ ധാരാളം. മലപ്പുറത്ത് കോട്ടക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, മലപ്പുറം ടൗണിൻ്റെ ഹൃദയഭാഗത്ത്. അവിടെ മലപ്പുറം ടൗൺ ഹാൾ ഉണ്ട്. ആ ടൗൺ ഹാളിൻ്റെ പേര് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ടൗൺ ഹാൾ എന്നാണ്. വാരിയംകുന്നൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം മലപ്പുറം കോട്ടക്കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നെഞ്ചത്തേക്ക് വെടിവെക്കാൻ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ആർജവം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഭയന്നില്ല. പട്ടാളത്തിൻ്റെ പേടിപ്പെടുത്തലിനോട് അദ്ദേഹത്തിൻ്റെ ആർജവത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. വാരിയംകുന്നൻ ധീര ദേശാഭിമാനിയായി ഇന്നും നിലനിൽക്കുന്നു. മലപ്പുറത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട്, വൈജ്ഞാനിക കേന്ദ്രങ്ങളുണ്ട്, ഭാഷാ വിദഗ്ധരുണ്ട്, ചരിത്ര പണ്ഡിതരുണ്ട്, കവികളുണ്ട്, സാംസ്കാരിക നായകരുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു സത്തയാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. മലപ്പുറത്തിൻ്റെ ക്ഷേത്രങ്ങൾ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട്. അങ്ങാടിപ്പുറം തിരുമാണ്ടാംകുന്ന് ക്ഷേത്രം, നമ്മുടെ മാമാങ്കം, അതുപോലെ തന്നെ തിരൂരങ്ങാടി പള്ളി, പൊന്നാനി പള്ളി, പല പള്ളികൾ, ക്രിസ്തീയ ചർച്ചുകൾ ഒക്കെ മലപ്പുറത്താണുള്ളത്. ആ മലപ്പുറത്ത് വരുന്ന ഒരാൾക്ക് അയാൾ ഒരിക്കലും ഒരു റാഡിക്കലൈസ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കണിശമായ മനസ്സിൻ്റെ ഉടമയാവില്ല. വളരെ തണുപ്പുള്ള, മൃദുലമായ, സ്നേഹം തുളുമ്പുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് സ്വയം ആർജിക്കപ്പെടുന്ന, ആ ആർജിത അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു ജീവിതം മലപ്പുറത്ത് നിന്ന് കിട്ടും. അപ്പോൾ അതൊരു ബെസ്റ്റ് പ്ലേസ് ടു ലിവ് ആണ്, ദ ബെസ്റ്റ് പ്ലേസ് ടു എൻജോയ് ദ ലൈഫ്. നമ്മുടെ ജീവിതത്തെ അത്രയധികം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരിടമാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. മലപ്പുറത്തൊരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹം PC കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പുസ്തകത്തിൻ്റെ പേര് ഉമ്മാച്ചു എന്നാണ്. ഉമ്മാച്ചു. എന്നാൽ ഈ PC കുട്ടിക്കൃഷ്ണൻ എഴുതുന്നത് ഒരു തൂലികാനാമത്തിലാണ്. യഥാർത്ഥ പേര് മാറ്റി താൻ എഴുതുന്ന ഒരു പേര് പല എഴുത്തുകാരും സ്വീകരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ഉറൂബ് എന്നാണ്. ഉറൂബ് ഒരു അറബി പദമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ജില്ല എന്ന പദം, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, ജില്ല എന്ന പദം അറബി പദമാണ്. അപ്പോൾ അറബിയുണ്ട് മലയാളത്തിൽ. അതുപോലെ സംസ്കൃതമുണ്ട്, സ്വമേധയാ സംസ്കൃതമാണ്. ധാരാളക്കണക്കിന് ഇംഗ്ലീഷ് പദങ്ങൾ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾ കൊണ്ടുവന്ന അവരുടേതായ പദങ്ങളുമുണ്ട്. തമിഴിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അറബിയുടെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനമുള്ള ഒന്നാണ് മലയാളം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മലയാളം അല്ലേ, കേരളമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവികൾ എഴുതിയിട്ടുണ്ട്. കേരളമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. വി ഷുഡ് ബി പ്രൗഡ് അബൌട്ട് അവർ കേരള. അപ്പം കേരളത്തിൻ്റെ ഒരു 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 സൗന്ദര്യം നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന എല്ലാ ജില്ലകളിലും പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പല ആളുകൾ മലപ്പുറത്തെ വിമർശിക്കും, മലപ്പുറം അങ്ങനെയാണ്, മലപ്പുറം ഇങ്ങനെയാണ്. ഒന്നുമല്ല, മലപ്പുറം മതേതരത്വത്തിൻ്റെ മാസ്മരികമായ ഇടമാണ്. മലപ്പുറം മാനവികതയുടെ, ശാന്തിയുടെ, സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യപ്പറ്റിൻ്റെ, സ്നേഹം പൂത്തുലഞ്ഞു നിൽക്കുന്ന, സ്നേഹം വികസിച്ച് നിൽക്കുന്ന, സ്നേഹബന്ധങ്ങളുടെ വേരുകളൂന്നി പടർന്നു നിൽക്കുന്ന ഒരു മഹാവൃക്ഷമാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. ഒരു വർഗീയതയും മലപ്പുറത്ത് വരില്ല, ഒരു അസ്പർശതയും മലപ്പുറത്ത് അതിൻ്റെ വിത്തുകൾ മുളച്ചു പൊന്തില്ല. കാരണം മലപ്പുറത്തിൻ്റെ മതേതര മണ്ണിൽ ഒരു കലാപ മനസ്ഥിതിയും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണത്? മലപ്പുറം മലപ്പുറത്തിൻ്റെ നായകന്മാർ ആദ്യമേ മുന്നിൽ കണ്ടവരാണ്. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന വിദേശികൾ, ഈ നാടിനെ ആക്രമിക്കാൻ തീരുമാനിച്ച വിദേശ ശക്തികൾ, അവർ മലപ്പുറത്തേക്ക് വന്നു. അവർ മലപ്പുറത്ത് യുദ്ധമുണ്ടാക്കി. അന്ന് മലബാർ ലഹളയുണ്ടായി. മലബാർ ലഹള അത് നടന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം മലപ്പുറത്തെ പൂക്കോട്ടൂരാണ്. മലപ്പുറത്ത് നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ പൂക്കോട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ പൂക്കോട്ടൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലം. പിലാക്കലിലേക്ക് അന്നത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവികൾ ലങ്കാസ്റ്റർ അടക്കമുള്ള
നൂറുകണക്കിന് ആളുകൾ ആയുധവുമായി തോക്കുമായി കടന്നു വരുമ്പോൾ ഒരു തോടിൻ്റെ വക്കത്ത് ഒളിച്ചിരുന്ന് നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിച്ച് ഭവനഭേദനം നടത്തി ഈ നാടിൻ്റെ അധികാരം കൈക്കലാക്കിയവർക്കെതിരെ സമരസജ്ജമായി സമരോത്സുകമായി പോരാടിയ ചരിത്രമുണ്ട് പൂക്കോട്ടൂരിന് പാണ്ടിക്കാട്, തിരൂരങ്ങാടി എല്ലാം അങ്ങനെയാണ്. തിരൂരിലെ വാഗൺ ട്രാജഡി, മലപ്പുറത്തിൻ്റെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വാഗൺ ട്രാജഡി എന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. കുരുവമ്പലത്ത് നിന്ന് മലപ്പുറത്തിൻ്റെ അതിർത്തി പ്രദേശമായ പെരിന്തൽമണ്ണയ്ക്കും പുലാമന്തോളിനും അടുത്തുള്ള കുരുവമ്പലത്ത് നിന്ന് ധാരാളം ആളുകൾ ആ വാഗണിൽ യാത്ര പോയിട്ടുണ്ട്. പലരും മരണപ്പെട്ടിട്ടുണ്ട്. കിരാതമായ ക്രൂരതകൾ ഏറ്റുവാങ്ങിയിട്ടും ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ പുലരണമെന്ന് തീരുമാനിച്ച ഒരു സമൂഹമാണ് മലപ്പുറത്തിൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവിടെ അതിരാവിലെയാകുമ്പോൾ ബാങ്ക് മുഴങ്ങും, അതിരാവിലെയാകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പാട്ട് നമുക്ക് കേൾക്കാം, അതിരാവിലെയാകുമ്പോൾ പള്ളിയിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കാം, ശങ്കൊലി ബാങ്കൊലി ഒക്കെ നമുക്ക് കേൾക്കാം. അതാണ് മലപ്പുറത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. മലപ്പുറത്തെ പല സ്ഥലങ്ങളും ഒരു ഹൈന്ദവ ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളിയായിരിക്കും. രണ്ട് മതാശയങ്ങൾ ഒരുമിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ മലപ്പുറത്തിൻ്റെ ഗ്രാമീണതയിൽ ഇങ്ങനെ ഇന്നും സൗരഭ്യം, ആത്മീയ സൗരഭ്യം വിതറി നിൽക്കുകയാണ്. എന്നാൽ അതൊക്കെ മറച്ചു വെക്കുന്ന, ഈ സൗഹൃദത്തിൻ്റെ ചരിത്രമൊക്കെ മറച്ചു പിടിക്കുന്ന ഒരു സമൂഹം പതുക്കെ മലപ്പുറത്തെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മലപ്പുറത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണത്? അത് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. മലപ്പുറത്തിൻ്റെ ചരിത്രം മതേതരമാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം അതാണ്, ഇന്ത്യയുടെ ചരിത്രം അതാണ്. ഇന്ത്യയുടെ കവി, ഇന്ത്യയുടെ ഫിലോസഫിക്കൽ പോയറ്റ് എന്നറിയപ്പെടുന്ന അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ടല്ലോ, മസ്ഹബ് നഹീം സിക്കാത്ത ആപ്പസ് മെ ബേർ രഖ്ന ഹിന്ദി ഹെ ഹം വതൻ ഹെ ഹിന്ദോ സിതാ ഹമാര. മതങ്ങൾ തമ്മിൽ വൈരമില്ലാത്ത മനോഹരമായ നാടാണ് എൻ്റെ ഇന്ത്യ, ത്രിവർണ്ണ പതാകയുള്ള ഇന്ത്യ. മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ബഹായിയും ബൗദ്ധനും ജൈനനും എല്ലാമുള്ള ഇന്ത്യ, മൂന്ന് മതങ്ങൾക്ക് ജന്മം നൽകിയ ഇന്ത്യ, വിവിധങ്ങളായ ആശയ ചിന്താധാരകളുടെ സമ്മോഹനമായ സംഗമഭൂമിയായ ഇന്ത്യ. ഏഷ്യയിലേക്ക് ആദ്യമായി നോബൽ സമ്മാനം വരുന്നത് ശാസ്ത്രത്തിനല്ല, ഏഷ്യയിലേക്ക് ആദ്യമായി നൊബേൽ സമ്മാനം വരുന്നത് ഫിലോസഫിക്കല്ല, ഏഷ്യയിലേക്ക് ആദ്യമായി നൊബേൽ സമ്മാനം വരുന്നത് എന്തിനാണ്? അത് സമാധാനത്തിനാണ്. അത് കൊണ്ടുവന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ടാഗോർ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ വന്നു. അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ചപ്പോൾ ഉണ്ടായൊരു അത്ഭുതകരമായ സംഭവം, അദ്ദേഹത്തിന് കൊടുക്കാൻ ആ കടന്നു വരുന്ന മഹാനായ അതിഥിക്ക്, ഇന്ത്യയുടെ കവിക്ക്, ഇന്ത്യയുടെ വലിയ രാഷ്ട്രീയ നേതാവിന്, പ്രബുദ്ധമായ ഒരു ജ്ഞാന സമൂഹം ഉണ്ടാകണം ഇന്ത്യയിലെന്ന് തീരുമാനിച്ച ടാഗോറിന് നല്ല ആതിഥേയത്വം നൽകാൻ വേണ്ടി ശ്രീനാരായണ ഗുരു തീരുമാനിക്കുമ്പോൾ ഗുരു നൽകുന്നത് എന്താണ്? ഒരു തെങ്ങിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം മുറിച്ച് ഒരു പൊങ്ങ് വലിയ കഷ്ണമാക്കി എടുത്തിട്ട് രവീന്ദ്രനാഥ് ടാഗോറിന് കൊടുക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ ആതിഥേയത്വം എന്ന് പറയുന്നത്. അത് മലപ്പുറത്തുകാർക്കും അതുപോലെ ഉണ്ട്. അവരുടെ എല്ലാ ഭക്ഷണ വൈവിധ്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്നേഹത്തിൻ്റെ ഒരു ആലിംഗനം, മനസ്സടുപ്പത്തിൻ്റെ ചില മനോഹരമായ നല്ല നേരങ്ങൾ, സൗഹൃദത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ എല്ലാം. അതുകൊണ്ട് മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാൾ ഓരോ ദിവസവും ഹീൽ ബിക്കം മച്ച് മോർ സെക്യുലർ. അദ്ദേഹം കൂടുതൽ മതേതരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു വരുന്നുവെന്നാണ്. മൽപ്പിടുത്തമില്ല, വാശിയില്ല, വക്കാണമില്ല. വളരെ പ്രശസ്തനായിട്ടുള്ള മലയാളത്തിൻ്റെ ഒരു കവി അയ്യപ്പ പണിക്കർ പറയുന്നുണ്ട്, കുടിലതയില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത ലോകം എവിടെ? അത് മലപ്പുറത്ത് കാണാം. അവിടെ കുടിലതയില്ല, കുന്നായ്മയില്ല, കുതികാൽ വെട്ടില്ല. മനുഷ്യനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് നേട്ടം നേടാമെന്ന് തീരുമാനിക്കുന്ന കുൽസിതമായ മനസ്സില്ല, പെർവേർട്ടഡ് മൈൻഡ് സെറ്റില്ല. എല്ലാവരെയും ഒന്നായി കാണുന്ന മലപ്പുറം. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഇടമാണ് മലപ്പുറം, വലിയ പോരാട്ടത്തിൻ്റെ ഇടമാണ് മലപ്പുറം, വൈദേശിക ശക്തികൾക്കെതിരെ പോരാടിയ സ്ഥലമാണ് മലപ്പുറം, വാര്യംകുന്നിൻ്റെ സ്ഥലമാണ് മലപ്പുറം, അതുപോലെ തന്നെ കെ എം മൗലവിയുടെ സ്ഥലമാണ് മലപ്പുറം.
അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മനുഷ്യർ ജീവിച്ച സ്ഥലമാണ്. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ മതേതര പാരമ്പര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചരിത്രമാണ് പൂന്താനം നമ്പൂതിരിയുടേത്. പൂന്താനം പെരിന്തൽമണ്ണയ്ക്കടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പൂന്താനം ഇല്ലം ഇന്നും ആ പാടത്ത് നിൽക്കുന്നുണ്ട്. അതിമനോഹരമായ ഇല്ലം. മലയാളത്തിൻ്റെ എല്ലാ പൈതൃകവും ആ പൂന്താനം ഇല്ലത്തിൽ ഇന്നുണ്ട്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ അദ്ദേഹം കവി എഴുതിയിട്ടുണ്ട്, കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. കൂടെയല്ല, എല്ലാവരും ഒരുമിച്ചല്ല ജനിച്ചത്. കൂടെയല്ല മരിക്കുന്നത്, എല്ലാവരും ഒരുമിച്ചല്ല മരിക്കുന്നത്. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം നമ്മളിങ്ങനെ കാണുന്നു, അതാണ് ജീവിതം. പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് പൂന്താനം എഴുതി വച്ചിട്ടുണ്ട്. അതാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പൂന്താനത്തിൻ്റെ മലപ്പുറം, എം ടിയുടെ മലപ്പുറം. ആരാ എം ടി? ലോകമറിയുന്ന എഴുത്തുകാരൻ. മഞ്ഞ് എം ടിയുടെ സംഭാവനയാണ്. രണ്ടാം മൂഴം എം ടിയുടെ സംഭാവനയാണ്. നാലുകെട്ട് എം ടിയുടെ സംഭാവനയാണ്. വാരാണസി എം ടിയുടെ സംഭാവനയാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ പുസ്തകത്താളുകളിൽ ആശയത്തെ ജ്വലിപ്പിച്ചു നിർത്തിയ, ഏത് കാലത്തോടും സംവദിക്കാൻ കഴിയുന്ന ആശയ സാഹിത്യ പ്രമേയം ജ്വലിപ്പിച്ചു നിർത്തിയ ആ മഹാനായ എഴുത്തുകാരൻ ഭാരതപ്പുഴയുടെ ഓരത്ത് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് ഒരുമയെക്കുറിച്ച് സംസാരിക്കും. വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, മതങ്ങളെല്ലാം സദൈക്യദർശികൾ, മതഭക്തർ നാമോ വിഭേദശീലികൾ. മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് സദൈക്യമാണ്, മതഭക്തർ നാമോ വിഭേദശീലികൾ. മതഭക്തരാണ് ഭേദങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ കാണേണ്ടത് ഒരു വളരെ വിശാലമായ തലത്തിലാണ്. ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനുള്ള ഒരാശയം മലപ്പുറത്ത് നിന്ന് നമുക്ക് കിട്ടും. അതാണ് ലോകത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഒന്നാണ്. അന്റോണിയോ നെഗ്രി ഒക്കെ പറയുന്ന ഒരാശയമുണ്ട്, ബയോപൊളിറ്റിക്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന വൻ ശക്തികൾക്കെതിരെ ഒരു ഐക്യപ്പെടൽ എല്ലാവരിലും ഉണ്ടാകണം. ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സാമ്രാജ്യത്വം, മറ്റൊന്ന് സയോണിസം, മറ്റൊന്ന് ഫാഷിസം. ഈ 3 പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയും ഉണ്ടാകേണ്ട ഒരു മനോനില, ഒരു പ്രതികരണ രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്റോണിയോ നെഗ്രി പറയുന്നത് ബയോപൊളിറ്റിക്സ് ഓഫ് മാഗ്നിറ്റ്യൂഡാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനുഷ്യരെ നശിപ്പിക്കാനും കലാപ മനസ്ഥിതിയും വൈരനിര്യാതന ബുദ്ധിയും വംശീയതയും വർഗീയതയും മതേതരമായൊരവസ്ഥയിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത് ആരാണോ അവരെ കണ്ടറിയാനുള്ള ഒരു ബോധം, ഒരു കോൺഷ്യസ്നസ്, ഒരു സോഷ്യൽ കോൺഷ്യസ്നസ്, ഒരു സാമൂഹികമായ ബോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. എവിടെയാണോ വിഭജനമുള്ളത്, എവിടെയാണോ വിഘടനമുള്ളത്, അതിനെ പരിഹരിക്കാനുള്ള സൗഹൃദധാരകളെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. സൗഹൃദത്തിൻ്റെ ഇടങ്ങളിൽ, സൗഹൃദത്തിൻ്റെ വേരുകളിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക. ആ സൗഹൃദത്തിൻ്റെ ആകാശം കൂടുതൽ പറക്കട്ടെ. ലോകത്ത് വെള്ളരിപ്രാവുകൾ പറക്കട്ടെ. മനുഷ്യരെല്ലാം മാനവികതയുടെ സൗഹാർദ്ദ തലങ്ങളെ അനുഭവിച്ച് അനുഭൂതിജനകമായ ജീവിതം നയിക്കട്ടെ. അതുകൊണ്ട് ഒരു നാടിനെ, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ നമ്മൾ ആക്രമിക്കരുത്, ശത്രുക്കളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കരുത്. മറിച്ച് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ കൈവഴികൾ വെട്ടാൻ, ആ കൈവഴിയിലൂടെ വരുംകാല തലമുറകൾ അത് അനുഭവിച്ച് അതിലൂടെ സഞ്ചരിക്കാനുള്ള അതിമനോഹരമായ മാനവികതയുടെ ഒരു സഞ്ചാരപാതയാണ് നാം സൃഷ്ടിക്കേണ്ടത്. അതാണ് മലപ്പുറം നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് കേരളം നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത്, സോഷ്യൽ മീഡിയ കാലത്ത്, നമ്മുടെ മുമ്പിൽ 2 വാക്കുകൾ വന്നാൽ, നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം വന്നാൽ, നമ്മുടെ മുമ്പിൽ ഒരു വീഡിയോ വന്നാൽ, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. നമ്മളെ വർഗീയവൽക്കരിക്കുന്ന ഒന്നും നമ്മൾ പ്രചരിപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ, മനസ്സിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഇടങ്ങളെ തകർക്കുന്ന സർവ്വതിനോടും ആശയപരമായി എതിരിടാനും പോരടിക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് വേണ്ടത് സ്നേഹമാണ്,
നമുക്ക് വേണ്ടത് സൗഹൃദമാണ്, നമുക്ക് വേണ്ടത് മാനവികതയാണ്, നമുക്ക് വേണ്ടത് മനുഷ്യപ്പറ്റാണ്, നമുക്ക് വേണ്ടത് നമ്മുടെ സാമൂഹികതയുടെ സംരക്ഷണമാണ്, നമുക്ക് വേണ്ടത് വിശ്വമാനവികതയുടെ മഹിതമായ ഉദാഹരണങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ പരിവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലൂടെ അത് നമ്മൾ പ്രകടിപ്പിക്കുക എന്നതാണ്. അതുവഴി വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള ഇടങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് മലപ്പുറം എന്നും ജയിച്ചു നിൽക്കും. അതുകൊണ്ട് എന്നും മലപ്പുറം ചർച്ചയാവും. അതുകൊണ്ട് എന്നും മലപ്പുറം മതേതരത്വത്തിൻ്റെ, മാനവികതയുടെ, മനുഷ്യപ്പറ്റിൻ്റെ മഹിതമായ ഇടമായി ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കും. കോട്ടക്കുന്ന് ആ ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നു. വാരിയംകുന്നൻ ആ ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നു. മലപ്പുറത്തെ അമ്പലങ്ങളും മലപ്പുറത്തെ പള്ളികളും മലപ്പുറത്തെ ക്രൈസ്തവ ദേവാലയങ്ങളും മലപ്പുറത്തെ എല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് നിങ്ങളൊന്നാണ്, നിങ്ങളൊന്നാണ്, നിങ്ങൾ ഒന്നാണ് എന്നാണ്. ആ ഒരുമയുടെ ഇടം നമുക്ക് കൂടുതൽ വെളിച്ചമുള്ളതാക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ ശബ്ദവും നമ്മുടെ തൂലികയും നമ്മുടെ ഇടങ്ങളും എല്ലാം നന്മയുടെ വിത്തു വിതറാനുള്ള ഇടമായി നമ്മൾ കാണുക. അങ്ങനെ മനുഷ്യർക്ക് സമാധാനം നൽകുന്ന, അവർക്ക് വെളിച്ചം നൽകുന്ന മനുഷ്യരായി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.